അങ്ങനെ രേവതിക്ക് ഒരു പൂക്കടയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് സച്ചി. രേവതിക്ക് സ്വന്തമായിട്ട് 10 രൂപ സമ്പാദിക്കണം എന്നാണ് സച്ചിയുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ രേവതിക്ക് ഒരു പൂക്കട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കാരണക്കാരിയാവുന്നത് വർഷയാണ്. വർഷയുടെ ഡ്രസ്സ് രേവതിക്ക് അലക്കാനായിട്ട് കൊടുക്കുകയാണ്. ആ കൂട്ടത്തില് ശ്രുതി കൊണ്ടുവരുന്നുണ്ട് ശ്രുതിയുടെ ഷർട്ട്. ഇത് വാഷിംഗ് മെഷീനിൽ ഇടരുത്, ശ്രുതിയുടെ നല്ല വില കൂടിയ ഷർട്ടാണ്, ഇത് നീ കല്ലിൽ തന്നെ അലക്കണോ എന്ന് രേവതിയോട് പറയാണ്. ഒരുപാട് കല്ലിലിട്ട് ഒരതാനല്ല ഞാൻ പറഞ്ഞത്, ഒന്ന് സോപ്പ് പൊടിയിലിട്ടിട്ട് ഒന്ന് മുക്കിയെടുത്താൽ മതി, വേറെ അഴുക്കൊന്നും കാണില്ല. അവൻ ഓഫീസ് ജോലി ചെയ്യാൻ പോവല്ലേ, അല്ലാതെ നിന്റെ ഭർത്താവിന്റെ പോലെ കാർ ഓടിക്കുന്ന ജോലിയല്ലല്ലോ. എന്നാ രേവതി പറയുന്നുണ്ട്, ഞാനിത് അലക്കില്ല. അതെന്താ നീ അലക്കാത്തെ? എനിക്ക് പറ്റില്ല, ഞാൻ അലക്കില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്ര വരുന്നുണ്ട്. എന്താടി നിനക്ക് അലക്കിയാല്? നീ ശ്രീകാന്തിന്റെ ഡ്രസ്സൊക്കെ അലക്കി കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെന്താ സുധീരുടെ ഡ്രസ്സ് അലക്കിയാല്? ശ്രീകാന്തിനെ പോലെയല്ല, ശ്രീകാന്തിന്റെയോ അമ്മയുടെയോ അച്ഛന്റെയോ വേറെ ആരുടെ ഡ്രസ്സ് വേണേ ഞാൻ കഴുകിയിടാം. എന്നാ സുധിയുടെ ഡ്രസ്സ് ഞാൻ കഴുകില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ, സുധിക്ക് വേണ്ട ഒരു കാര്യവും ഞാൻ ഈ വീട്ടിൽ ചെയ്തു കൊടുക്കില്ല എന്ന്. പിന്നെ വീണ്ടും എൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അവൻ്റെ ഷർട്ട് അലക്കില്ല എന്ന് തറപ്പിച്ച് പറയാണ് രേവതി. എന്താടി നിനക്ക് കൊഴുപ്പടിഞ്ഞിട്ട് അതിന്റെ പ്രശ്നമാണോ ഈ കാണിക്കുന്നത്? ശ്രുതി, നിന്റെ ഭർത്താവിന്റെ ഷർട്ട് അലക്കണമെങ്കിൽ നീ അലക്കണം, അല്ലാതെ എൻ്റെ കയ്യിലല്ല കൊണ്ടുതരാ. അത് എനിക്ക് പാർലറിലോട്ട് പോകാൻ വൈകിയ കാരണാ ഞാൻ നിനക്കിത് അലക്കാൻ തന്നത്, അല്ലാതെ എനിക്ക് ചെയ്യാൻ വയ്യാത്തോണ്ടൊന്നുമല്ല. എന്നാ നീ തന്നെ അങ്ങ് പോയിട്ട് അലക്കിയിട്ടാ മതി, എന്നെ കൊണ്ട് പറ്റില്ല. ഇതൊക്കെ കണ്ട് നമ്മുടെ വർഷ നിൽക്കുന്നുണ്ടായിരിക്കും. വർഷയ്ക്കാണെങ്കിൽ രേവതിയോട് ഇത്തിരി സ്നേഹക്കൂടുതലുണ്ട്. അങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ ആൻറ്റി, ആൻറ്റി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ വന്ന മുതലേ ശ്രദ്ധിക്കുന്നതാ. ഈ വീട്ടിലെ സകല ജോലിയും ചെയ്യുന്നത് ഇതാ ഏട്ടത്തിയാ. ഏട്ടത്തിയെ കൊണ്ട് എന്തിനാ ഇത്രയൊക്കെ ജോലി ചെയ്യിക്കുന്നേ? നിങ്ങളൊക്കെ ഈ വീട്ടിലുള്ളതല്ലേ. ആൻറ്റി ഈ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി അലക്ക്, ആൻറ്റിക്കും അലക്കാലോ. ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട്, അത് പിന്നെ മോളെ, ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് ഇവള് തന്നെയാ, അതുകൊണ്ടാ പിന്നെ ഞാനൊന്നും ചെയ്യാത്തെ. പിന്നെ ഇവൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, ഇവള് ചുമ്മാ വീട്ടിലിരിക്കുകയല്ലേ. നിങ്ങളെപ്പോലെയാണോ? മോൾക്കാണെങ്കിൽ ഡബ്ബിംഗ് സ്റ്റുഡിയോയ്ക്ക് പോകണം, ശ്രുതിക്കാണെങ്കിൽ തിരക്കുള്ള പാർലറാ. ഒരു ദിവസം പോലും പാർലർ പോവാതിരിക്കാൻ പറ്റില്ല. ഒരു ജോലിക്കും പോവാതെ ഇരുന്ന് കഴിക്കുന്നതേ ഇവളാ. അപ്പം മേലനങ്ങി ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തെന്ന് കരുതിയിട്ട് ഇവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആൻറ്റി, വീട്ടുജോലി എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ജോലിയൊന്നുമല്ല. പുറത്ത് വീട്ടുജോലിക്ക് പോയാല് നല്ല പൈസ കിട്ടും, അത് ആൻറ്റിക്ക് അറിയോ? ഈ വീട്ടില് എന്തൊക്കെ ജോലിയാ രേവതി ചെയ്യുന്നത്? ഈ വീട്ടിലെ എത്ര ആൾക്കാരാ? എല്ലാവർക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ചേച്ചി തന്നെയല്ലേ. എന്നിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് തീരെ ശരിയല്ല. നമ്മളൊക്കെ ജോലിക്ക് പോയിട്ട് നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, എന്നാ ഇവിടെ ചെയ്യുന്ന ജോലിക്ക് ചേച്ചിക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ? അങ്ങനെ ശ്രുതി റൂമിൽ പോയി ഒരു 2000 രൂപ എടുത്തു വരികയാണ്. ചേച്ചി ഇത് പിടിക്ക്. എന്താ മോളെ ഇതെന്താ? ചേച്ചി എൻ്റെ ഡ്രസ്സൊക്കെ അലക്കുന്നില്ലേ? ഇനി എല്ലാ മാസവും ചേച്ചിക്ക് ഇതുപോലെ കുറച്ച് പൈസ ഞാൻ തരാം. ചേച്ചിയുടെ ആവശ്യത്തിന് ചെലവാക്കാലോ. എൻ്റെ ആവശ്യത്തിനോ? എൻ്റെ ആവശ്യത്തിന് സച്ചേട്ടൻ എനിക്ക് പൈസ തരുന്നുണ്ട്. അതിനിപ്പോ പ്രത്യേകിച്ച് എനിക്ക് ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. സച്ചേട്ടൻ തരുന്ന പൈസ എന്താണെന്ന് എനിക്കറിയാം. വണ്ടി ഓടിക്കുന്ന പൈസ കുടിക്കാൻ തന്നെ തികയുന്നില്ല, പിന്നെയാണോ ചേച്ചിയുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരാൻ? ഇത് എല്ലാ മാസവും ഞാൻ ചേച്ചിക്ക് തരാം. ചേച്ചിക്കൊരു സമ്പാദ്യം കൂടി ആവില്ലേ? എന്തെങ്കിലും ആവശ്യത്തിന് സച്ചി എന്നോട് ചോദിക്കണ്ട, ചേച്ചിയുടെ കയ്യിൽ നിന്ന് എടുക്കാലോ. ഇത് കാണുമ്പോൾ രേവതിക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട്. മോളെ എനിക്കിത് വേണ്ട. അല്ല ചേച്ചി, ചേച്ചി ഇത് കയ്യിൽ വെക്കെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ആ പൈസ രേവതിയുടെ കയ്യിൽ വെച്ച് കൊടുക്കാണ്. ഇത് കണ്ട് ശ്രുതിയും ചന്ദ്രയും പൊട്ടിച്ചിരിക്കുമായിരിക്കും. വർഷയാണെങ്കിൽ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്, ഇപ്പോഴാ നീ വീട്ടിൽ ശരിക്കും വേലക്കാരിയായത്. നീ ചെയ്യുന്ന ജോലിക്ക് ഇനിയിപ്പോൾ കൂലിയൊക്കെ തരാൻ തുടങ്ങി. നമുക്കും ഇനി മാസം മാസം ഇവൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാം. വേലക്കാരികൾക്ക് പൊതുവെ മാസത്തിലാണല്ലോ പൈസ കൊടുക്കാറ് എന്ന് പറഞ്ഞ് രേവതിയെ കളിയാക്കി ചിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് രേവതിക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട് കേട്ടോ. രേവതിയെ ഡ്രസ്സും എടുത്ത് അങ്ങ് പുറത്തോട്ട് പോവാണ്. അന്നത്തെ ദിവസം രേവതിക്ക് ഒരുപാട് സങ്കടമായിരിക്കും. എന്നെ ഇവിടെ ഒരു വേലക്കാരത്തിയെ പോലെ തന്നെയാ എല്ലാവരും കാണുന്നത്, അതുകൊണ്ടല്ലേ വർഷം എനിക്ക് പൈസ തന്നത് എന്നൊക്കെ ഓർത്ത് രേവതിക്ക് ഒരുപാട് സങ്കടമായിരിക്കും. എല്ലാവർക്കും വേണ്ട ഭക്ഷണങ്ങളെല്ലാം രേവതി തയ്യാറാക്കുകയാണ്. ആ ദിവസം സച്ചി ഒരുപാട് വൈകിട്ടായിരിക്കും വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ സച്ചിക്ക് ഡോറെല്ലാം തുറന്നു കൊടുത്ത് സച്ചി റൂമിലോട്ട് വരികയാണ്. രേവതിയാണെങ്കിൽ ആകെ വിഷമത്തിലായിരിക്കും.
സച്ചിയോട് ചോദിക്കുന്നുണ്ട്. സച്ചിയേട്ടാ, സച്ചിയേട്ടന് ഭക്ഷണം എടുത്ത് വെക്കട്ടെ? ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്. ഇനിയിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട, ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് നേരെ സച്ചി കുളിക്കാനായിട്ട് പോവാണ്. കുളിച്ചു വരുന്ന സമയത്ത് രേവതി വീണ്ടും ഇതേപോലെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് എന്തു പറ്റി? ഇന്ന് ആളിത്തിരി സങ്കടത്തിലാണല്ലോ. എന്താ കാര്യം? ഒന്നുമില്ല സച്ചിയേട്ടാ. അല്ല, നീ ഭക്ഷണം കഴിച്ചോ? ആ, ഞാൻ കഴിച്ചു. എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു, അത് ഞാനും കഴിച്ചു. അതെന്താ നീ അങ്ങനെ പറയുന്നേ? ഞാൻ ഇവിടുത്തെ വേലക്കാരിയല്ലേ? ഇവിടെ അടിക്കാനും തുടയ്ക്കാനും ഓരോരുത്തർ പറയുന്നത് ചെയ്യാനുള്ള വെറും വേലക്കാരി. അതെന്താ രേവതി നീ അങ്ങനെ പറയുന്നേ? അങ്ങനെയല്ലേ? സച്ചേട്ടനെ ആലോചിച്ച് നോക്ക്. ഇവിടെ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നില്ലേ, ഒരു വേലക്കാരിയെ പോലെ? എനിക്ക് സ്വന്തമായിട്ട് ഒരു 10 രൂപ പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്നാലും എനിക്ക് ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ 2000 രൂപ സച്ചിക്ക് നേരെ നീട്ടുകയാണ് രേവതി. ഇതെവിടുന്നാ നിനക്ക് പൈസ? ഇതെനിക്ക് വർഷ തന്നതാ. വർഷയോ? ആ, ഇന്ന് അവളെ കുറച്ച് ഡ്രസ്സ് ഞാൻ അലക്കി, അതിന് പ്രതിഫലമായിട്ട് അവൾ എനിക്ക് തന്നതാ. അവൾ നിനക്ക് പൈസ തരേ? ഇത് അപ്പം തന്നെ അവളുടെ മുഖത്തോട്ട് ഇട്ട് കൊടുക്കണ്ടേ? എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ല. ഇത് ശ്രീകാന്തിന് സച്ചേട്ടൻ തന്നെ തിരികെ കൊടുത്താൽ മതി. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു, അവളെ അയാളുടെ മോളാ. ആ സ്വഭാവം എന്തായാലും അവൾക്കും കാണും. നീയല്ലേ എടുത്ത് തലയിൽ കയറ്റി വെച്ചിരുന്നത് അവള് നല്ല കുട്ടിയാണ്, നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല എന്നൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞത്? ഇപ്പെന്തായാലും നിനക്ക് മനസ്സിലായില്ലേ? നീ വിചാരിക്കുന്ന പോലെ ഒരുത്തിയല്ല അവളെന്ന് നിനക്ക് മനസ്സിലായില്ലേ? സച്ചേട്ടാ, എനിക്കൊന്നും പറയാനില്ല. ഞാനെന്തായാലും കിടക്കട്ടെ, എനിക്ക് വല്ലാത്ത ക്ഷീണം. രേവതി, നീ കുറച്ചു നേരം ഇവിടെ ഇരിക്കെ, ഞാൻ നിനക്ക് പാട്ട് പാടിത്തരാം. വേണ്ട സച്ചേട്ടാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്ന് ഒരുപാട് ജോലി ചെയ്തു, അതുകൊണ്ടായിരിക്കും. ഞാൻ കിടക്കട്ടെ. സച്ചേട്ടാ, നാളെ ആ പൈസ ശ്രീകാന്തിന് തന്നെ തിരിച്ചു കൊടുക്കണം കേട്ടോ എന്നും പറഞ്ഞ് രേവതി കിടക്കുകയാണ്. ശ്രീകാന്തിനല്ല, വർഷയ്ക്ക് തന്നെ ഞാൻ തിരിച്ചു കൊടുത്തോളാം എന്ന് സച്ചി പറയാണ്. സച്ചി എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. എന്നാൽ രേവതി ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് കിടന്ന് കരയുമായിരിക്കും. ഇതൊക്കെ കണ്ട് സച്ചിക്ക് ഒരുപാട് സങ്കടാവുകയാണ്. അങ്ങനെ സച്ചി മനസ്സിൽ തീരുമാനിക്കുകയാണ് രേവതിക്ക് ഒരു പൂക്കട ഇട്ട് കൊടുക്കണമെന്ന്. പിറ്റത്തെ ദിവസം രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. ആദ്യം തന്നെ പോകുന്നത് നമ്മുടെ രേവതിയുടെ അമ്മയെയും അനിയത്തിയെയും അനിയനെയൊക്കെ വിളിച്ചുണർത്താനായിരിക്കും. രാവിലെ 4:30-5 മണിയോടുകൂടി സച്ചി എഴുന്നേറ്റ് അവരെ പോയി തട്ടി വിളിക്കുകയാണ്. പെട്ടെന്ന് ഡോറിൽ ആ നേരത്തെ തട്ടുന്ന കാണുമ്പോൾ ഗജേന്ദ്രന്റെ ആൾക്കാരാണെന്ന് കരുതിയിട്ട് കത്തിയും ചൂലും ഒക്കെ എടുത്താണ് ഡോറ് തുറക്കുന്നത്. തുറക്കുന്ന സമയത്ത് ആരായിരിക്കും? സച്ചി. അയ്യോ എന്ന് സച്ചി വിളിക്കുന്നുണ്ട്. അയ്യോ, സച്ചിയായിരുന്നോ? ഞങ്ങൾ വിചാരിച്ചു ആ ഗജേന്ദ്രന്റെ ആൾക്കാരായിരിക്കും എന്ന്. ഹേയ്, അയാളെന്തിനാ നിങ്ങൾ പേടിക്കുന്നേ? അയാളൊക്കെ എന്നെ ഇവിടെ വിട്ട് പോയി. എന്താ സച്ചി, എന്താ ഇപ്പം ഈ നേരത്ത് വന്നേ? അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രേവതിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ലക്ഷ്മിയമ്മ ചോദിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. നിങ്ങളെ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. എങ്ങോട്ടാ സച്ചി? അതൊക്കെ പറയാം. നിങ്ങൾ പോയിട്ട് കുളിച്ചൊരുങ്ങി വാ. ഒരു ഫംഗ്ഷന് പോകുന്ന പോലെ വരണം. വീട്ടിൽ വല്ല ചടങ്ങ് നടക്കുന്നുണ്ടോ? ആ, ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. ആ രീതിക്ക് രണ്ടുപേരും ഒന്ന് ഒരുങ്ങി വന്നേ എന്ന് പറഞ്ഞ് അമ്മയെയും ദേവുവിനെയും പറഞ്ഞു വിടുകയാണ്. ശരത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ കൂട്ടുകാരൻ്റെ വണ്ടി നിന്റെ കയ്യിലുണ്ടോ? ആ, എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ എപ്പോഴൊന്നും വണ്ടി മേടിക്കരുത് കേട്ടോ. എന്തായാലും നിന്റെ കയ്യിൽ വണ്ടി ഉണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യുക, ഈ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നീ പോയി ചെയ്യണം. അവിടെ ഈ കടയിൽ ചെന്നാൽ ഇതുപോലെ ബോർഡ് അടിച്ചു തരും, അത് വാങ്ങിച്ച് നീ വരണമെന്നും പറഞ്ഞ് നമ്മുടെ ശരത്തിനെ പറഞ്ഞു വിടാണ്. ഈ പേപ്പർ നോക്കുമ്പോൾ ശരത്ത് സച്ചിയോട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ, ഇത് നീ അതൊന്നും നോക്കണ്ട, നീ പോയിട്ടേ ആദ്യം പറഞ്ഞ പണി ചെയ്യുമെന്നും പറഞ്ഞ് ശരത്തിനെ പറഞ്ഞു വിടാണ്. അങ്ങനെ അന്ന് രാവിലെ തന്നെ രേവതിക്കൊരു പൂക്കട സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് സച്ചിയുടെ ആഗ്രഹം. അത് സച്ചി നടത്തുന്നുകൊണ്ട് നാളത്തെ എപ്പിസോഡിൽ മുഴുവൻ റിവ്യൂ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.